കുടുംബം ഒരു കുരിശടിയാണ്. പിതാവും പുത്രനും മാതാവും പുത്രിയുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കുരിശടി. ഈ കുരിശടിയിൽ നിന്നും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനകൾ ഉയർന്ന ഒരു കുടുംബത്തിൽ നിന്നുകൊണ്ടാണ് ജോഷുവ 1-ാമത്തെ വായനയിൽ വിളിച്ചു പറയുക, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. ദൈവം തൻ്റെ കുടുംബത്തിൻ്റെ നെടുന്തൂണാണെന്നുള്ള തിരിച്ചറിവ്, ദൈവമാണ് എൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ജോഷുവ വിളിച്ചു പറയുക, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സേവിക്കും. കുടുംബ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് 2-ാമത്തെ വായനയിൽ പൗലോസ്ലീഹ കാട്ടിത്തരും. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ സ്നേഹിക്കണമെന്ന് പൗലോസ്ലീഹ കാട്ടിത്തരും. കുടുംബത്തിലെ നിങ്ങളുടെ സ്നേഹം കണ്ട്, കുടുംബത്തിലെ നിങ്ങളുടെ പങ്കുവെക്കൽ കണ്ട്, കുടുംബത്തിലെ നിങ്ങളുടെ വിശ്വാസം കണ്ട് ഒരു കുഞ്ഞു വളരണം. അവന്റെ ഹൃദയത്തിൽ പൊട്ടിമുളയ്ക്കേണ്ട വിത്ത് നിങ്ങൾ കുടുംബത്തിൽ വിതയ്ക്കുന്ന സ്നേഹമാണ്, നിങ്ങൾ കുടുംബത്തിൽ വിതയ്ക്കുന്ന വിശ്വാസമാണ്, നിങ്ങൾ കുടുംബത്തെ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഇങ്ങനെ വളരുന്നൊരു കുഞ്ഞ് പത്രോസ്ലീഹ സുവിശേഷത്തിൽ ചോദിച്ചതുപോലെ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞങ്ങൾ വേറെ എവിടെ പോകും? നിന്റെ അടുത്താണ് നിത്യജീവന്റെ വചസ്സുകൾ. നിത്യജീവൻ തുളുമ്പുന്ന ദൈവത്തെ തിരിച്ചറിയുവാനുള്ള കൃപ ഒരു കുഞ്ഞിന് കിട്ടുന്നത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. കുടുംബ നവീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ കുറെ കൂടി നവീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം.